അഡ്വക്കേറ്റ് ജയശങ്കർ കൂടി നമുക്കൊപ്പം ചേരുന്നു. അഡ്വക്കേറ്റ് ജയശങ്കർ, CPM-നെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം കോടതിയുടെ ഭാഗത്തുനിന്ന്, ഒപ്പം പോലീസിനെ കൂടി ഇതിനകത്ത് പ്രതിക്കൂട്ടിൽ നിർത്തേണ്ടതല്ലേ എന്നുള്ളൊരു ചോദ്യം കൂടി ഉന്നയിക്കപ്പെടുന്ന ഒരു സാഹചര്യം. ഇത് പലതവണ ഉന്നയിക്കപ്പെട്ട ഒരു വിഷയമൊക്കെ തന്നെയാണ്. പോലീസ് അറിയാതെ ഇത് നടക്കുകയില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും ഭരണപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാക്കന്മാർ ആവശ്യപ്പെട്ടാൽ പോലീസിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു കാര്യമുണ്ട്. കോടതിക്ക് എത്രത്തോളം കർശനമായിട്ടുള്ള ഒരു നടപടി ഇതിനകത്ത് പ്രാക്ടിക്കലായിട്ട് എടുക്കാൻ കഴിയുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നു? കോടതി ഏത് നിലവരെ പോകും നമുക്ക് ഈ ഘട്ടത്തിൽ ഒരു പ്രവചനം നടത്തുന്നതിൽ കാര്യമില്ല. പക്ഷെ കോടതി പാതയോരത്ത് പൊതുയോഗം നടത്തുന്നത് പണ്ടേ നിരോധിച്ചിട്ടുള്ളതാണ്. മാത്രമല്ല, പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തരുത് എന്നും ഒക്കെ പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇത് കോടതി അലക്ഷ്യത്തിന്റെ പരിധിയിൽപ്പെട്ട കാര്യമാണ്. ഞാനിത് ആദ്യ ദിവസം തന്നെ ഉന്നയിച്ചിരുന്നു. ഈ വിഷയം കോടതിയുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടൊരു കാര്യമാണ് എന്നുകൂടി പറഞ്ഞിരുന്നു. പക്ഷെ പോലീസ് കണ്ടാൽ അറിയുന്ന 500 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എന്ന് പറയാൻ ഇപ്പൊ നിവൃത്തിയുള്ളൂ. ഇപ്പൊ ഈ CPM-ന്റെ ജില്ലാ സെക്രട്ടറി അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ്, ഏരിയ സെക്രട്ടറി ഒന്നും മഞ്ചൂരെ പോലീസുകാർ കണ്ടാൽ അറിയില്ല. അത് അവരുടെ കാഴ്ചയുടെ കുഴപ്പമല്ല, നമ്മുടെ ഭരണ സംവിധാനത്തിന്റെ ഒരു തകരാറാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ കണ്ടാൽ മനസ്സിലാവില്ല എന്നുള്ളതാണ് പോലീസിന്റെ വിജയവും പരാജയവും. വളരെ നന്ദി. അഡ്വക്കേറ്റ് ജയശങ്കർ കൂടിയാണ് പ്രതികരിച്ചത്. ഏതായാലും CPM-നെതിരെ ഹൈക്കോടതി രൂക്ഷ വിമർശനമാണ് നടത്തിയിരിക്കുന്നത്.